ക്ലാസ് തുടങ്ങാറായില്ലേ? Hello, good afternoon. Good afternoon, all. Good afternoon, Miss. Good afternoon. Okay, ready ആണോ എല്ലാവരും? വളരെ കുറവാണല്ലോ പിള്ളേര്. 26 ഒക്കെ ഉള്ളൂല. എത്രയുള്ള പറഞ്ഞു വന്നോ പിള്ളേര്? അറിയില്ല. ഉണ്ടാവാറുള്ളോ? എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നാണ് എന്റെ ചോദ്യം. ഇപ്പൊ കുറവാണ് എല്ലാവർക്കും അല്ലെ? അപ്പൊ എല്ലാവരുടെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് പേരുണ്ടാവുള്ളായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. നമ്മള് ഇന്നത്തെ ക്ലാസ്സിലുള്ള ടോപ്പിക് കിട്ടിയോ നിങ്ങൾക്ക്? ടോപ്പിക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? കിട്ടി. ചിലരൊന്നും ഉണ്ടല്ലോ. എന്ത് പറ്റി? സൗണ്ടിൽ കിട്ടി അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത് കേട്ടോ. ക്ലോക്ക് അറിയാലോ അല്ലെ? ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നേക്കണേ. അപ്പൊ അതിന് കുറച്ച് പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ കുറച്ച് ആദ്യം തന്നെ തുടക്കം തന്നെ നിങ്ങൾക്ക് കുറച്ച് നോട്ടായിട്ട് അവിടെ ഇട്ട് തന്നിട്ടുണ്ട്. എല്ലാവരും എഴുതിയിരുത്തുണ്ടാവും എന്ന് വിചാരിക്കണേ. എല്ലാവരും എഴുതിയിരുത്തുണ്ടോ? Yes, ma'am. ഓക്കെ. അപ്പൊ നമ്മള് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്കൊക്കെ പോകാം. മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രിയും 1 മണിക്കൂറിൽ 360 ഡിഗ്രിയും 360 ഡിഗ്രിയും തിരിയുന്നു എന്നുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന ആ ഒരു നോട്ട്. ആ ഒരു ഓരോ പോയിന്റ് ഇപ്പൊ ഇതെല്ലാവരും വിചാരിക്കും അയ്യോ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ അറിയില്ലാത്തവരുണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ക്ലോക്ക് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് തുടങ്ങുമ്പോൾ അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പൊ ഒരു ക്ലോക്കില് എത്ര ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? എത്ര ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 12 hours ആണ് അല്ലെ? നമ്മൾ സാധാരണ വീടുകളിലും നമ്മുടെ കയ്യിൽ കെട്ടുന്ന വാച്ചിലും ഒക്കെ ഉപയോഗിക്കുന്ന ക്ലോക്കിലെ 12 ഹവേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 12 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ 12 ഭാഗങ്ങളാണ് ഇനി നമുക്ക് അറിയേണ്ട ഈ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. അതായത് 1 മിനിറ്റ് 12 എന്ന് പറയുന്ന ആ എഴുതി വെച്ചിരിക്കുന്ന നമ്പർ നമുക്കറിയാലോ. ഒരു ക്ലോക്ക് എന്ന് പറയുമ്പോൾ റൗണ്ടിലായാലോ സ്ക്വയറിലായാലോ റെക്ടാങ്കിളിലായാലോ ഈ ഒരു ഷേപ്പിലല്ല. ഇതിന്റെ മുകളിൽ എവിടെയാണ് 12 എഴുതുക. ആ 12ന്റെ നേരെ താഴെ എന്ത് വരും? നേരെ താഴെ എന്ത് വരും? 6 വരും. അതെ, അതിന്റെ ഇപ്പുറത്ത് എന്ത് വരും? നമ്മളാ നോർത്ത് ഈസ്റ്റ് 3 വരും. പിന്നെന്താ വരിക? ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? ഓക്കെ, 9 വരും. ഇങ്ങനെയാണ്. ഇനി അതിന് എന്തുണ്ടായിരിക്കും? ചെറിയ സൂചിയും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വലിയ സൂചിയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ചെറിയ സൂചി വലിയ സൂചി അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ക്ലോക്കിൽ നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യം. അത് ക്ലോക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം. പക്ഷെ ഇതിനകത്ത് ഈ ക്ലോക്കിനകത്തേക്ക് വരുമ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഈ 12 കഴിഞ്ഞിട്ട് പിന്നെ 3 നമുക്ക് കിടക്കണം. ദാറ്റ് മീൻസ് ഒരു 1, 2 ഒക്കെ മിസ്സിംഗ് ആണ്. അപ്പൊ ഈക്വൽ ഡിസ്റ്റൻസിൽ 1, 2 ആ മിസ്സിംഗ് ആയ നമ്പറുകളൊക്കെ 2 ഇത് അതിന്റെ വിടവിൽ വന്നിട്ടുണ്ട്. 12ൽ നിന്ന് 3 എന്ന് പറയുമ്പോൾ പിന്നെ 1ഉം 2 നമ്പറാണ്. അപ്പൊ ഞാൻ ഇവിടെ 1, 2 പുറത്ത് എഴുതാണ്ടോ, കാരണം സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ 3 കഴിഞ്ഞിട്ട് 6 ആണ് കിടക്കുന്നത്. അതും ഇക്വി ഡിസ്റ്റന്റ് ആയിട്ട് 5, 4ഉം 5ഉം എന്താണ് പറയാ 2 നമ്പേഴ്സ് പോയിട്ടുണ്ട്. അതവിടെ ഇവിടെ പറഞ്ഞത് ഈ ആദ്യത്തെ പറഞ്ഞേക്കുന്ന കാര്യം 1 മിനിറ്റ്, അതായത് നമ്മളുടെ ഈ 12 to 1 എന്ന് പറയുന്ന സമയത്തേക്ക് 1 മണിയുടെ അവിടെ ആ 1 എന്ന് പറയുന്ന അടുത്തേക്ക് എത്തുമ്പോൾ വീണ്ടും അതിനെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അറിയാമോ? 5 വീതം അല്ലെ? 5 വീതമാണ് ഡിസ്റ്റൻസ്. ഒന്നിലേക്ക് എത്താൻ 5 കുഞ്ഞു പോയിന്റുകളാണ് അല്ലെ? അപ്പൊ അങ്ങനത്തെ
5 ചെറിയ ചെറിയ പോയിന്റുകൾ 12 എണ്ണം 12 ഭാഗത്തും അങ്ങനെയുണ്ട്. അതുകൊണ്ട് അത് എന്താകും? 12 × 5 60. 360 നമുക്കറിയാം ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾസിന്റെ സം, ഒരു വൃത്തത്തിലെ കേന്ദ്ര കോണുകളുടെ തുക 360 ആണ്. അങ്ങനത്തെ ആ 12 കുഞ്ഞു കുഞ്ഞു പോയിന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു 12 കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു കുത്ത്, ഒന്നിന്റെ അവിടെയല്ല, തൊട്ടടുത്തുള്ള കുഞ്ഞു കുത്ത്, ആ ഇടയിൽ ഒരു 5 കുത്തുകളുണ്ട്. നമ്മൾ 5ാമത്തേലാണ് നമ്മുടെ ഈ 1 കിടക്കണേ. വീണ്ടും 6, 7, 8, 9, 10 വരുമ്പോഴാണ് 2 പറയുന്ന നമ്പർ കിടക്കണേ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു എന്താ പറയാ ഡിസ്റ്റൻസ്, അതായത് 12 എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള ചെറിയ ഡോട്ട്, 1 എന്ന് പറയുന്ന മണിയല്ല പറഞ്ഞത്, 1 അവറിന്റെ അല്ല, അതല്ലാതുള്ള തൊട്ട് അടുത്ത് കിടക്കുന്ന ചെറിയ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതിന്റെ ആംഗിൾ മെഷർമെന്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്? 360 എത്ര ഡിഗ്രിയാണ്? 6 ഡിഗ്രിയാണ്, 6 ഡിഗ്രിയാണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് 360/60. ഈ 60 എങ്ങനെയാണെന്ന് പറഞ്ഞത്? 12 × 5, 5 വീതമുള്ള കുഞ്ഞു കുഞ്ഞു പാർട്ടുകൾ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനത്തെ 12 ആണ്. 12 × 5 60. 360 ആണ് ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഡിഗ്രിയാണ് കിട്ടുക. അതാണ് എഴുതി വെച്ചേക്കണേ. അത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. മിനിറ്റ് ഹാൻഡ് റൊട്ടേറ്റ്സ് 6 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി ഇൻ 1 അവർ. ഒരു മിനിറ്റ് അങ്ങോട്ട് കവർ ചെയ്യുമ്പോൾ അത് 6 ഡിഗ്രിയും, ഒരു മണിക്കൂർ കവർ ചെയ്യുമ്പോൾ 360 ഡിഗ്രിയും. എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്ന മണിയിൽ നിന്ന് അത് 2 എന്ന് പറയുന്ന മണിയിലേക്ക് എത്തുമ്പോഴേക്കും അത് 360 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ആ എഴുതി വെച്ചേക്കണ നോട്ട്. ഓക്കെ, അടുത്തത്. ഇൻ എ ഡേ എ ക്ലോക്ക് ഷോസ് 1 hour and minute hand in same point at എത്ര പ്രാവശ്യം? 22 ടൈംസ് ആണ്. അതായത് നമ്മളുടെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും, ഒരു ദിവസത്തില് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ക്ലോക്കിൽ എത്ര പ്രാവശ്യം സെയിം പൊസിഷനിൽ വരും, സെയിം ഡിറക്ഷനിൽ വരും എന്നാണ് പറഞ്ഞേക്കണേ. എത്ര പ്രാവശ്യം വരും? പ്രാവശ്യം വരും എഴുതിയേക്കണത് 22 ടൈംസ്, 22 പ്രാവശ്യം വരും. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളാണ്. അതായത് പ്രത്യേകിച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എല്ലാനും നമുക്ക് ഇങ്ങനെ എന്താ പറയാ മനസ്സിലാക്കി വെക്കണം. എന്നിട്ടാണ് നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഓർത്തിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് അൺമ്യൂട്ട് ചെയ്യരുത് സിദ്ധാർത്ഥ്. ഇനി വീണ്ടും അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസത്തില് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വരും, എതിർദിശയിൽ. അതെങ്ങനെയാണ് എതിർദിശയിൽ എന്ന് പറയുമ്പോ? ഒരു ദിവസത്തിലെ കാര്യമുണ്ട് ഇതൊക്കെ പറയുന്നത്. എതിർദിശയിൽ എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി, ഇപ്പൊ ഇവിടെ മിനിറ്റ് സൂചി ചെറിയ സൂചിനെയാണല്ലോ നമ്മള്, സോറി, അവർ ഹാൻഡ് എന്ന് പറയുന്നത് ചെറിയ സൂചിയാണ്. മിനിറ്റ് സൂചി എന്ന് പറയുന്നത് നീളം കൂടിയതായിരിക്കും. അത് ഇങ്ങനെയാണ് വരിക അല്ലെ. അപ്പൊ മിനിറ്റ് സൂചി എന്ന് പറയുന്നത് ഈ ചെറുതും വലുത് താഴേക്ക് പോയിരുന്ന വലുതുമാണ്. അവർ ഹാൻഡ് എന്ന് മിനിറ്റ് സൂചി എന്ന് പറയുന്നത് ചെറുത് അവർ ഹാൻഡ് ആണ്. ഇനി ഇത് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വരൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ അതായത് ചെറിയ സൂചി എങ്ങോട്ടാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റിലാണോ വലിയ സൂചി വരുന്നതെങ്കിൽ എന്ന് വെച്ചാൽ 12:30, ഓക്കെ, പിന്നെ 3:45 ഒക്കെ വരുമ്പോ അതിന്റെ ഒക്കെ നേരെ 45ന്റെ അവിടേക്ക് ആ എതിർ ദിശയിൽ ഇത് രണ്ടും കൂടി വരുന്നതും ഇതുപോലെ തന്നെ 22 ടൈംസ് ആണ്. ഒരേ ദിശയിൽ വരുന്നതും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതും 22 ടൈംസ് ആണ് എന്നാണ് നോട്ടിൽ എഴുതിയേക്കണേ. നോട്ട് എഴുതി തന്നേക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു മാത്രം. ഇനി ഒരു ദിവസത്തില് 24 hours ഉണ്ട്. ഒരു അവറിൽ എത്ര മിനിറ്റ് ഉണ്ട്? ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? 60 minutes. 60 ആണ്, 60 മിനിറ്റ് ആണ്. പിന്നെ ഒരു മിനിറ്റില് ഡാഷ് സെക്കൻഡ്സ് ഉണ്ട്. എത്ര സെക്കൻഡ്സ് ഉണ്ട്? 60 seconds. ഉണ്ട്. അപ്പൊ ഇതൊക്കെ ബേസിക് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. പിന്നെ അപ്പുറത്ത് എന്തൊക്കെയാ പറഞ്ഞേക്കണേ? ഇനി ചിലപ്പോഴൊക്കെ നമ്മളോട് ഒരു സമയം തന്നിട്ട് ആ സമയം മിററിലാണ് റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ മിററിൽ വരുമ്പോ അതിന്റെ ആ ഇമേജ് നമുക്കറിയാലോ, നമ്മൾ നിൽക്കുന്ന പൊസിഷനിലല്ല, നമ്മുടെ മിററിൽ നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ എന്താ പറയാ, എന്റെ വലത്തെ കൈയാണ് ഇപ്പൊ ഇങ്ങനെ എടുത്ത് പൊക്കുന്നത്, പക്ഷെ എനിക്ക് അവിടെ കാണുന്നത് ഞാൻ എന്റെ ഇടത്തെ കൈ പൊക്കുന്നത് പോലെയാ അല്ലെ. അപ്പൊ ആ ഒരു ഇരിക്കുന്ന ആ ഒരു റിഫ്ലക്ഷൻ, നമ്മുടെ ഇതിനകത്ത് കാണുന്ന റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അപ്പൊ മിററിൽ വരുന്ന ഇമേജ്, ക്ലോക്കിലുള്ള ഇമേജ് നമ്മൾ ഒരു മിററിന്റെ പൊസിഷനിലേക്ക് മിററിലേക്ക് പതിപ്പിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഇമേജസ് എങ്ങനെയായിരിക്കും എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു സൂത്രവാക്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന സമയം ഇപ്പൊ 3 മണി, അല്ലെങ്കിൽ 3:10, 4:10 അങ്ങനെയൊക്കെ ഒരു സമയമാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 4:30 അങ്ങനെ ഒരു സമയം തന്നിട്ടുണ്ടാവും. ആ സമയത്തിന്റെ മിറർ ഇമേജിലെ സമയം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇഫ് ദ ടൈം ഗിവൺ ഈസ് ലെസ് ദാൻ 11, 11 എന്ന് പറയുന്ന മണി അതിനേക്കാളും മുമ്പുള്ള സമയമാണെങ്കിൽ, അതായത് 1 തുടങ്ങി 11 മണി വരെ 11ന് മുമ്പുള്ള സമയമാണ് എങ്കിൽ
എന്ത് ചെയ്യണം? നമ്മൾ തന്നിരിക്കുന്ന ആ ഒരു സമയം, നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു സമയം തന്നിട്ടല്ലോ, 4:30 5:50 അങ്ങനെയൊക്കെ തന്നിട്ടോ, അത് നമ്മൾ 11:60 എന്ന് പറയുന്ന സമയത്തിൽ നിന്ന് കുറയ്ക്കാം. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ 4:30 എന്ന് പറയുന്ന ഒരു സമയമാണ് നമുക്ക് തന്നേക്കണം. അത് മിറർ ഇമേജിൽ വരുമ്പോ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 11:60 എന്ന് പറയുന്ന സമയത്തിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ആ തന്നിരിക്കുന്ന സമയം, ഗിവൺ ടൈം അങ്ങോട്ട് കുറയ്ക്കാം. ഇത് എന്തുകൊണ്ടാണ് 11:60 എന്ന് എടുത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ കയ്യിലുള്ള ക്ലോക്കുകൾ, വാച്ചുകളൊക്കെ 12 അവർ ക്ലോക്കുകളാണ്, 12 മണിക്കൂർ ക്ലോക്കുകളാണ് അല്ല. അപ്പൊ 24 മണിക്കൂറല്ല, അപ്പൊ 24 മണിക്കൂറും ഉണ്ട്. റെയിൽവേ ടൈം ഒക്കെ അങ്ങനെയൊക്കെയാ പറയുക അല്ലെ. അപ്പൊ 24 hours ക്ലോക്കുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 11-ന് മുമ്പുള്ള സമയം എപ്പൊ തന്നേക്കുന്നതാണെങ്കിൽ നമ്മൾ ആ 11:60 എന്ന് കുറയ്ക്കാം. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ആഫ്റ്റർ 11 o'clock or 12 o'clock, 12 മണി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 11 മണി കഴിഞ്ഞിട്ട്, ഈ 12 മണി കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോ 12 കഴിഞ്ഞ് 13 എന്ന് എഴുതിയാൽ, അതായത് 24 hour ക്ലോക്ക് ഉപയോഗിച്ചാണെങ്കിൽ 13 മണി അല്ലെങ്കിൽ 13 പോയിന്റ് അങ്ങനെ തരുമല്ലോ, 13:30 എന്നൊക്കെ പറഞ്ഞ് തരുവാണെങ്കിൽ അതിന്റെ അർത്ഥം 1:30 എന്നാണ്. പക്ഷെ അപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ തരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ റിഫ്ലക്ഷൻ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 23.60 23:60 നിന്നാണ്. 23:60 എന്താ പറയാൻ കാരണം? 23 മണിക്കൂറും പിന്നെ കാണിക്കുന്ന ആ മിനിറ്റ് എന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ മിനിറ്റ് ഭാഗം 60 ആയിട്ട് എടുത്തേക്കണം. ഒരു മിനിറ്റിനെ നമ്മളവിടെ മിനിറ്റ് ആയിട്ട് സൂചിപ്പിച്ചു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 4:10 4:15 അര എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ ആ മിനിറ്റിൽ നിന്ന് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ തന്നിരിക്കുന്നത്. അപ്പൊ 11-ന് മുമ്പാണെങ്കിൽ 11:60 നിന്ന് മൈനസ് ചെയ്യാം. 11-നോ അല്ലെങ്കിൽ 12-നോ ഒക്കെ കൂടുതലാണ് തന്നിരിക്കുന്നതെങ്കിൽ 23:60 നിന്ന് മൈനസ് ചെയ്യാം. തന്നിരിക്കുന്ന സമയം അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. പ്രോബ്ലം ചെയ്യും. ഇപ്പൊ തൽക്കാലം ഈ കാര്യം ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന നോട്ട് എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഓക്കെ, ഇനി നമുക്കറിയാം പറഞ്ഞതുപോലെ തന്നെ ഒരു ക്ലോക്കില് 12 ഭാഗങ്ങളായിട്ടാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. ഈ 12 ഭാഗങ്ങളില് എന്താ പറയാ 3 വീതം, അതായത് 3 × 12 അത് 30 ഡിഗ്രി വീതമാണ് തന്നിരിക്കുന്ന കോണുകൾ. അതായത് 30 ഡിഗ്രി എന്ന് പറയുമ്പോ 12-ൽ നിന്ന് 1-ലേക്ക് 30 ഡിഗ്രി. നമ്മൾ 6 പറഞ്ഞല്ലോ, ഒരു മിനിറ്റിൽ നിന്ന് ഒരു മിനിറ്റിലേക്ക് എത്ര ദൂരം? കോണളവ് എത്രയാ? ഒരു മിനിറ്റിൽ നിന്ന് മറ്റൊരു മിനിറ്റിലേക്കുള്ള കോണളവ് എത്രയാ? 6 ഡിഗ്രി. ആംഗിൾ മെഷർമെന്റ് ബിറ്റ്വീൻ ദ മിനിറ്റ്സുകൾ തമ്മിലുള്ള ആംഗിൾ മെഷർമെന്റ് 6 ഡിഗ്രിയാണ്. അങ്ങനത്തെ 5 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ 6 × 5 30 അപ്പൊ 12-ൽ നിന്നും 12 5 എത്തുമ്പോഴേക്കും 30 ഡിഗ്രി എന്ത് ചെയ്യുന്നുണ്ട്? ആ ഹാൻഡ് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ 30 ഡിഗ്രി വീതമാണ് ഓരോന്നും. 12 × 30 360 ഡിഗ്രി. അങ്ങനെ നമുക്ക് 360 ഡിഗ്രി പറയാം. അപ്പൊ ഒരു പോയിന്റിൽ നിന്ന് 12-ൽ നിന്ന് 1-ലേക്കുള്ള അളവ് 30 ഡിഗ്രി, അതുപോലെ 1-ൽ നിന്ന് 2-ലേക്കുള്ള അളവ് 30 ഡിഗ്രി, 2-ൽ നിന്ന് 3-ലേക്കുള്ള അളവ് 30 ഡിഗ്രി. അങ്ങനെ ഒരു ക്ലോക്കില് ഒരു അവർ ഹാൻഡ് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് തിരിഞ്ഞ് അത് ഇവിടം വരെ എത്തുമ്പോഴേക്കും അത് 90 ഡിഗ്രി 90 ഡിഗ്രി കവർ ചെയ്തിട്ടായിരിക്കും ആ ആംഗിള് ഹാൻഡ് നീങ്ങിയിട്ടുണ്ടാകുക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അവർ ഹാൻഡ് മാത്രമുണ്ട് ഞാൻ വെച്ചാൽ മിനിറ്റ് ഹാൻഡ് അല്ല. അവർ ഹാൻഡ് ഇങ്ങനെ അവിടുന്ന് തിരിഞ്ഞ് വരുമ്പോ അത് എത്രത്തോളം തിരിഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് 30 30 ഡിഗ്രിയെ കവർ ചെയ്ത്, അതായത് 1 വരെ 2 വരെ 3 വരെ, അപ്പൊ 30 × 3 90 ഡിഗ്രിയാണ് അത് കവർ ചെയ്ത് പോയിരിക്കുന്നത് ആംഗിൾ മെഷർമെന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ തൽക്കാലം നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി എന്താ പറയാ, ഇത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് കൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് സമയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കുഞ്ഞു കാര്യങ്ങളാണ് ഈ ആദ്യത്തെ ഈ ഒരു ക്ലാസ്സിൽ, കലണ്ടറിന്റെ 1ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചേർത്തിട്ടുള്ളൂ. വലിയ കട്ടിയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടൊന്നുമില്ല. അതിന്റെ കൂടെ ബാക്കി എക്സ്ട്രാ അതിന്റെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പൊ ഒന്ന് നോക്കിയാൽ 1ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിരിക്കുന്നതാണ്. ഒരു ക്ലോക്കിൽ മിനിറ്റ് സൂചി 360 കറങ്ങണമെങ്കിൽ എത്ര മണിക്കൂർ കഴിയണം? ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് എ മിനിറ്റ് ഹാൻഡ് ടു റൊട്ടേറ്റ് 360 ഡിഗ്രി? എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചേക്കണേ. എത്രയാണ്? മണിക്കൂർ. അത് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, 1 മണിക്കൂറിൽ 360 ഡിഗ്രി തിരിയുമെന്ന് പറഞ്ഞല്ല. ഒരു മിനിറ്റ് ഹാൻഡ് അത് എന്താ പറയാ, ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോ 1 മണിക്കൂർ എടുക്കും. അത് വേറെ രീതിയിൽ തിരിച്ച് ചോദിച്ചേക്കണം മാത്രം. 360 ഡിഗ്രി കറങ്ങുമ്പോ അത് എത്ര സമയം എടുത്തു എന്നാണ്. 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ 1 അവർ എടുക്കും. 1 മണിക്കൂർ കൊണ്ടാണ് അത് തിരിഞ്ഞു തന്നെ. 60 മിനിറ്റ് ഇതിങ്ങനെ കറങ്ങി 60 മിനിറ്റ് കറങ്ങുമ്പോൾ അത് 1 അവർ ആണ്. ആ 1 അവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 60 മിനിറ്റെന്നോ അല്ലെങ്കിൽ 1 അവർന്നോ ഒക്കെ നമുക്ക് എഴുതാം. അതിന് ഓപ്ഷൻസ് തന്നിരുന്നത് 6, 1, 12, 10 എന്നാണ്.
ദാറ്റ് ഈസ് 1 hour ആണ് ആൻസർ തന്നിരിക്കുന്നത്. ആൻസർ വരേണ്ടത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 360 ഡിഗ്രി മിനിറ്റ് സൂചി കറങ്ങണമെങ്കിൽ എത്ര സമയം എടുക്കും? 1 hour. ഡൗട്ടില്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ക്ലോക്കിലെ സമയം 8:20 എങ്കിൽ അത് കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ കാണിക്കുന്ന സമയം എത്ര? If the time in a clock is 8:20, what will be the time in the mirror? മിററിലെ സമയം എത്രയാണെന്നാണ്. 3:20, 2:40, 3:40, 3:50. 3:40. 3:40 എല്ലാവർക്കും കിട്ടിയോ? തന്നിരിക്കുന്ന സമയത്തിന്റെ പ്രത്യേകത നോക്കുക, അത് അനുസരിച്ച് കുറയ്ക്കുക. എത്രയാണ് സമയം തന്നേക്കണേ? 8:20. 8:20 എന്ന് പറയുമ്പോ 11-ൽ കുറവാണ് അല്ലെ? 11-നേക്കാൾ കുറവല്ല സമയമല്ലേ തന്നേക്കണേ. അപ്പൊ നമ്മൾ ഏതിന്ന് കുറയ്ക്കണം? 60-ൽ നിന്ന് കുറയ്ക്കുക. നമുക്ക് 8:20, 11:60-ൽ നിന്ന് കുറയ്ക്കാം 0. 6-ന്ന് 2 പോയാൽ 4 പോയിന്റ് അവിടെ തന്നെ ഇടുക. 11-ന്ന് 8 പോയാൽ 3 ആണ്. 3.40 ആയിരിക്കും പ്രതിബിംബത്തിലെ റിഫ്ലക്ഷൻ, അതായത് നമ്മളുടെ മിററിലെ ഇമേജ് അതായിരിക്കും. 3:40 ആയിരിക്കും. 8:20 നമുക്ക് തോന്നും, പക്ഷെ അത് കണ്ണാടിയിലേക്ക് വെച്ച് നോക്കുമ്പോൾ, കണ്ണാടിയിലേക്ക് അതിന്റെ പ്രതിബിംബം ഫലിപ്പിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് 3:40 ആയിട്ടായിരിക്കും തോന്നുക. ഓക്കെ, ചിലപ്പോഴൊക്കെ നമ്മൾ ചില ആളുകളൊക്കെ ഫ്രണ്ടില് ക്യാമറ വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ടില് ഇത് കാണുന്നതാണല്ലോ, നമ്മള് കണ്ണാടിയിൽ നോക്കും അല്ലെ? കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അറിയാം നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ പൊക്കുന്ന നമ്മൾ വിചാരിക്കുന്നത് ഹാൻഡ് ആണോ, അത് പ്രതിബിംബത്തിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റിലാണ് വരിക. ആ റിഫ്ലക്ഷൻ, ആ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോ അല്ലെ? അപ്പൊ അത് നമുക്കറിയാം. അപ്പൊ ചിലരൊക്കെ നമ്മൾ റീൽസ് ഒക്കെ എടുക്കുമ്പോഴൊക്കെ ചില ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ ഒക്കെ ഇടത്തെ കൈ കൊണ്ട് കഴിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അത് ഫേസ് നമ്മൾ ഇങ്ങനെ ഫ്രണ്ട് ക്യാം ഓൺ ചെയ്ത് വെച്ചിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തോന്നും. അതേസമയം ബാക്ക് ക്യാമറ കൂടിയാണ് എടുക്കണമെങ്കിലോ അതൊന്നുമില്ല, കറക്റ്റ് ആയിട്ടുള്ള സൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ വരാറുണ്ട്. അത് ഇതിന്റെയൊക്കെ ഒരു ആ റിഫ്ലക്ഷൻ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഈ മിറർ ഇമേജില് ക്ലോക്കിലെ സൂചികള് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ അതിന്റെ പൊസിഷൻ മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ. സമയം 3 മണി ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ്. സമയം 3 മണിയാണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ്. If the time in the clock is 3, then the minute hour and form an angle of dash. കോണളവ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണേ. 90 ഡിഗ്രി. എത്ര ഡിഗ്രി? 90, 60, 90 ഡിഗ്രി. 3 മണിയെ കാണിക്കുന്നതാണ് 3 മണി. ഞാനിവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസിൽ അതൊക്കെ വരച്ചൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ വരണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ 3 മണി എന്ന് പറയുമ്പോൾ 12-ന്റെ അവിടേക്ക് എന്ത് ചെയ്യണം? വലിയ സൂചി നേരെ നിൽക്കും. ചെറിയ സൂചി നമ്മുടെ 3-ന്റെ നേരെ ആയിരിക്കും അല്ലെ? 3-ന്റെ നേരേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കില്ല. അപ്പൊ 3-ന്റെ നേരെയാണ്. ദാറ്റ് ഫോംസ് എൽ ഷേപ്പ്. എൽ ഷേപ്പിലായിരിക്കും നിൽക്കുക. എൽ ഷേപ്പിൽ വന്നു കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ഓർക്കുക, ഇവിടെ ഇതിന്റെ ഇടയിൽ 1, 2 കഴിഞ്ഞിട്ടാണ് 3 വരെ. ഇത് ഓരോന്നും തമ്മിലുള്ള ആ ഗ്യാപ്പ് എന്ന് പറയുന്നത്, അതായത് 1-ലേക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അടുത്ത 2-ലേക്ക് എത്തുമ്പോഴേക്കും അത് 60 ഡിഗ്രി ആകും. 3-ലേക്ക് എത്തുമ്പോൾ അത് +30 90 ഡിഗ്രി ആകും. 90 ഡിഗ്രിയാണ് ഇവയുടെ കോണളവ്. ഓക്കെ, അപ്പൊ 2 അവർ ആൻഡ് ഏതെങ്കിലും ഒരു സമയം തന്നിട്ട് ആ സമയത്തിന്റെ ആംഗിൾ മെഷർമെന്റ് കണ്ടുപിടിക്കാൻ. ഒരു സമയം വരുമ്പോഴില്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സമയം വരുമ്പോ ആ മിനിറ്റും അവർ ആൻഡും തമ്മിൽ ഒരു കോൺ പോലെ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ആംഗിൾ മെഷർ ഫോം ചെയ്യുന്നുണ്ട്. ആ ആംഗിളിന്റെ മെഷർമെന്റ് ചോദിക്കും. ഇത് വേറെ രീതിയിൽ കണ്ടുപിടിക്കാം, അതും പറഞ്ഞു തരാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഈ രീതിയിൽ മനസ്സിലായോ? നമുക്ക് തന്നേക്കണം ഓരോന്നും തമ്മിലുള്ള ആംഗിൾ നമ്മൾ പറഞ്ഞു. 12-ന്ന് 1-ലേക്ക് എത്തുമ്പോൾ 30 ഡിഗ്രി, 1-ന്ന് 2-ലേക്ക് എത്തുമ്പോൾ വീണ്ടും 30 ഡിഗ്രി, അവിടെ നിന്ന് വീണ്ടും എത്തുമ്പോൾ വീണ്ടും ഒരു 30 ഡിഗ്രി. അങ്ങനെ 30 ഡിഗ്രിയാണ്. 3 × 30 90 ഡിഗ്രി. അല്ലാതെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ നമ്മളുടെ കോണളവ് കണ്ടുപിടിക്കാൻ? വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ നോക്കി നമുക്ക് അത് രീതിയിലും ചെയ്ത് നോക്കാൻ പറ്റുമോ? പഠിച്ചിട്ടുണ്ടോ? കോണളവ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, 30h - 11/2 m. അതിന്റെ മോഡുലസ്. വാട്ട് ഈസ് മോഡുലസ്? അബ്സല്യൂട്ട് വാല്യൂ മോഡുലസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ചിഹ്നം ചിഹ്നമില്ലാതെയുള്ള സംഖ്യ. യെസ്, അതിന് നമ്മള് മലയാളത്തിൽ പറയും കേവല വില. വില മാത്രം മതി, കേവലം വില മാത്രം, അബ്സല്യൂട്ട് വാല്യൂ മാത്രം മതി, വിത്തൗട്ട് എനി സൈൻ.
ചിഹ്നം വേണ്ട, പ്ലസോ മൈനസോ ചിഹ്നം ഒന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. കാരണം സമയം നമ്മൾ ഒരിക്കലും നെഗറ്റീവിലൊക്കെ സൂചിപ്പിക്കാറൊന്നുമില്ല. സമയമൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ചിലതിനെയൊക്കെ നമുക്ക് നെഗറ്റീവില് സൂചിപ്പിക്കാൻ പറ്റില്ല അല്ലെ, ആ പോസിറ്റീവ്സിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു സാധനം തന്നെയാണ് സമയം. അപ്പൊ 30 എന്താ പറയാ 30 h മൈനസ് 11/2m. h എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സമയത്തിലെ അവർ ഭാഗത്തെ സൂചിപ്പിക്കും. ഇപ്പൊ 3:30 എന്ന് പറയുന്ന ഒരു സമയമാണ്. 3:30 കാണിക്കുന്ന കോണളവ് എത്രയാണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 3 എന്ന് പറയുന്നത് എച്ചിന്റെ സ്ഥാനത്തിട്ട് കൊടുക്കണം. ഈ അവറിലെ ഇതാണ് 3 എന്ന് പറയുന്നത് എച്ചിന്റെ സ്ഥാനത്തിട്ട് കൊടുക്കുക. എം എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 30 മിനിറ്റ്. എന്നിട്ട് അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരം നമ്മൾ എന്തായിട്ട് എഴുതണം? അതിനെ സമയമായിട്ട് നമ്മൾ കോണളവായിട്ട് കാണിക്കണം. അപ്പൊ കാണിക്കുമ്പോൾ നമ്മൾ അവിടെ നെഗറ്റീവ് ഒന്നും വന്നാലും നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ തന്ന കണക്ക് ഏതായിരുന്നു? 3:20 ആണ്. 3:20 ആണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് കൊടുത്തു നോക്കിയാൽ അപ്പൊ എങ്ങനെ കിട്ടും? 3:20 എന്ന് പറഞ്ഞാൽ 30 × h, എച്ചിന്റെ സ്ഥാനത്ത് 3 മൈനസ് 20 ആണ് മിനിറ്റ് തന്നേക്കണേ. അപ്പൊ 11/2 × 20. ഇവിടെ 20 കൊടുക്കാം. 20നെ നമുക്ക് 2 കൊണ്ട് വെട്ടി 10 പ്രാവശ്യം പോകുന്ന എഴുതാം. 30 × 3, 30 × 3 എത്രയാ? 90. 90 മൈനസ് 11 × 10, 11 × 10 110 ആണ്. 90ന്ന് 110 കുറച്ചാൽ നമുക്കറിയാം ഇവിടെ -20 കിട്ടും. അതിനാണ് നമ്മൾ ഈ അബ്സല്യൂട്ട് വാല്യൂ ഇട്ടത്. അറ്റത്ത് 2 വര, നീണ്ട വര. അതായത് നമ്മുടെ റെക്ടാങ്കിളിന്റെ 2 സൈഡ് പോലെ നീണ്ട വര, ചെരിഞ്ഞൊന്നുമല്ല, നേരെ പാരലൽ ആയിട്ടുള്ള പോലെ 2 വരയാണ്. സോറി, പാരലൽ അല്ലല്ല, പെർപെൻഡിക്കുലർ ആയിട്ട് 2 വര വെറുതെ വരച്ചാൽ മതി. അതിന് അബ്സല്യൂട്ട് വാല്യൂ, കേവല വില, എന്താ പറയാ, പിന്നെ അങ്ങനെയൊക്കെയാണ് വിളിക്കുക അതിന്. ഓക്കെ, അപ്പൊ മോഡുലസ് എന്നും പറയും. അപ്പൊ ആ വരയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഈ ചിഹ്നമില്ലാത്ത വരയാണ്. ചിഹ്നം അവോയ്ഡ് ചെയ്തേക്കാം. 20 ഡിഗ്രി എന്നാണ് നമുക്ക് കിട്ടുക. 3:20 സൂചിപ്പിക്കുന്ന കോണളവ്, 3:20 സൂചിപ്പിക്കുന്ന കോണളവാണ് 20 ഡിഗ്രി. കിട്ടിയ എല്ലാവർക്കും 2 രീതിയിലും? ഓക്കെ, അത് മനസ്സിലാക്കി തന്നതാണ്. ഓക്കെ, അടുത്തത്. അപ്പൊ നമുക്ക് തന്നിരുന്ന ക്വസ്റ്റ്യൻ വേറെ ആയിരുന്നു അല്ലെ, ചോദ്യത്തിൽ വേറെ ആയിരുന്നു, അത് കുഴപ്പമില്ല. ഞാനിപ്പോ അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 3 മണി ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്. 3 മണിയായിരുന്നു കേട്ടാ. ഓക്കെ, 3 മണിയുടെ ചെയ്ത് നോക്കണോ ഈ മെത്തേഡില്? ഞാൻ വേറെ ചോദ്യം 3:20 ആയിപ്പോയി പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. 3 മണിയാകുമ്പോൾ സൂചിപ്പിക്കുന്ന കോണളവ്, ആംഗിൾ മെഷർമെന്റ് വെൻ ദ ടൈം ഈസ് 3 o'clock വേണോ? 30 h മൈനസ് 11/2m. ഓക്കെ, 11/2m. 30 h എന്ന് പറയുമ്പോൾ 30 × h, അവർ മാത്രമേ ഇതിനകത്തുള്ളൂ. മൈനസ് 11/2m എന്നാണ് പറഞ്ഞേക്കണേ. മിനിറ്റ് ഉണ്ടോ അവിടെ? മിനിറ്റ് 0 ആണ്. എക്സില് 0 ആണ്. അപ്പൊ 30 × 3 90. 90ന്ന് എന്ത് കുറയ്ക്കണം? 11/2 ആണോ കുറയ്ക്കണ്ടേ? അല്ല, when a number is multiplied by 0 we will get answer 0. 90ന്ന് 0 ആണ് കുറയ്ക്കണ്ടേ. ഏതൊരു സംഖ്യനെയും നമ്മൾ 0 കൊണ്ട് ഗുണിച്ചാൽ 0 ആണ് ഉത്തരം. അപ്പൊ 90ന്ന് 0 കുറച്ചാൽ 90 ആണ് നമ്മുടെ ആൻസർ. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഒന്നും വന്നതില്ല, പോസിറ്റീവ് തന്നെയാണ്. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ചിഹ്നം ഉപയോഗിക്കേണ്ട, അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പൊ 90 ഡിഗ്രി ആണ് നമുക്ക് തന്നിരുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്തത്, സമയം 7 മണി, കോണളവ് എത്രയായിരിക്കും? 150. സമയം 7 മണി, കോണളവ് എത്ര? 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചോദ്യം. ഉത്തരം എത്രയാ? 150. 100, 200, 220 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 150 ഡിഗ്രി ശരിയാണോ നോക്ക്. 7 മണി എന്ന് പറയുമ്പോ 7ന്റെ അവിടെയും വരും, 12ന്റെ അവിടേക്കും പോകും. 7ന്റെയും 12ന്റെയും നേരെ നേരെയാണ് വരേണ്ടത്. ചെറിയ സൂചി 7ന്റെ അവിടെ, 12ന്റെ അവിടെ വലിയ സൂചി അല്ലെ, മിനിറ്റ് ഹാൻഡ്. അപ്പൊ അതിന്റെ ഇടയിൽ എത്ര ഭാഗം ഉണ്ടെന്ന് വെച്ചാൽ അത് 30 ഡിഗ്രി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. എത്ര ഭാഗമുണ്ട്? 7ന്ന് 8ലേക്ക്, 9ലേക്ക്, 10ലേക്ക്, 11ലേക്ക്, 12ലേക്ക് 5 പാർട്ട് ഉണ്ട്. 5 × 30 150 ഡിഗ്രി. അങ്ങനെയും ചെയ്യാം, അല്ലാതെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം. ഒന്ന് ചെയ്തേ, നിങ്ങള് ഒന്ന് ചെയ്ത് നോക്കിയേ. 2 രീതിയിൽ ഒരു ഉത്തരാണ് കിട്ടണേന്ന് നോക്കിയേ. നോക്കിയിട്ട് എന്തെങ്കിലും വേറെ കിട്ടണ്ടോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ വേഗം ചോദിക്കാം. സെയിം ആൻസർ ആണെങ്കിൽ വേഗം ഒന്ന് പറയും.
210 210 അല്ലേ കിട്ടുന്നത്? 210 കിട്ടിയ 150 എന്ന് പറഞ്ഞ 30 × 7 വരുമ്പോ 210 വരില്ലേ? 30 × 7 അതവിടെ 7 മണി വരുമ്പോ 7 മണിയല്ലേ? 7 മണി 30 × 7 - 11/2 × 0. 7 മണിന്നല്ലേ പറഞ്ഞത്? ഇക്വേഷനിൽ ഇടുമ്പോൾ 210. ഇക്വേഷനിൽ ഇടുമ്പോ 210 അല്ലേ? ഇക്വേഷനിൽ ഇടുമ്പോ 210. ഒരു മിനിറ്റ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇക്വേഷനിൽ ഇട്ടപ്പോ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയിരുന്നത്. 30H - 11/2 അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് വീണ്ടും M. അപ്പൊ ഇവിടെ നമുക്ക് 30 × ഹവറിന്റെ സ്ഥാനത്ത് 7 കിട്ടി, -11/2 നമുക്ക് മിനിറ്റ് തന്നിട്ടില്ല, അപ്പൊ ഞാൻ അവിടെ 0 കൊടുത്തു. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 30 × 7 210 ആണ് കിട്ടിയ, -0 അത് 210 തന്നെയാണ്. ഇനി ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് അറിയാമോ? അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇക്വേഷനിൽ കൊടുക്കുമ്പോ മറ്റേതാണെങ്കിൽ എണ്ണി എടുക്കാം, 30 ഡിഗ്രി വീതം എത്ര ഭാഗമുണ്ടോ അങ്ങനെ എണ്ണി എടുക്കാം. എപ്പോഴും അത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മിനിറ്റ് വരുമ്പോ നിങ്ങളത് മാർക്ക് ചെയ്യുന്ന മിനിറ്റ് സൂചി മാർക്ക് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോയാലൊക്കെ ഇച്ചിരി പ്രശ്നം വരും. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അറിയാം? ഇക്വേഷനിൽ തന്നെ കൊടുക്കാം. അപ്പൊ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് അറിയാമോ? നിങ്ങൾ ശ്രദ്ധിക്കാം. നമുക്ക് കിട്ടുന്ന ആൻസർ ഇക്വേഷനിൽ കൊടുക്കുമ്പോ നമുക്ക് കിട്ടുന്ന ആൻസർ ഇപ്പൊ 180 കൂടുതലാണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 180, 180 കൂടുതലാണെങ്കിൽ, അതായത് 180 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് എടുക്കുകയാണ് അല്ലെ? ഒരു സർക്കിളിന്റെ 2 ഭാഗമായിട്ട് കിടക്കുന്ന പോലെ ഡേർ പകുതിയാകുമ്പോ 360 2 ഭാഗമാകും. 180 + 180 ആകും 360. അപ്പൊ അതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന രീതിയിലായിരിക്കും. അപ്പൊ അങ്ങനെ 180 കൂടുതലാണ് നമുക്ക് കിട്ടുന്ന ആ കോണളവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? കിട്ടിയ ആൻസർ 360 അങ്ങോട്ട് കുറയ്ക്കാം. 210 നമ്മളപ്പോ എന്ത് ചെയ്യണം? 260 കുറയ്ക്കണം. കുറയ്ക്കുമ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള കോണളവ് കിട്ടുക കേട്ടോ. അല്ലെങ്കിൽ കുറച്ചില്ലെങ്കിൽ 210 നമുക്ക് തന്നേക്കുന്ന ഓപ്ഷനിലുണ്ട്. അപ്പൊ നമ്മൾ വേഗം തന്നെ 210 ടിക്ക് ചെയ്തു. പക്ഷെ മറ്റേ രീതിയിൽ നോക്കിയപ്പോ 7 കഴിഞ്ഞിട്ട് 12ലേക്ക് എത്താൻ 5 ഭാഗമേ ഉള്ളൂ. 5 × 30 150 കിട്ടുന്നുള്ളൂ. പക്ഷെ ഇവിടെ ചെയ്തപ്പോ 250. രണ്ട് ആൻസർ കിട്ടാൻ പാടില്ലല്ലോ. രണ്ടിനും ഒരേ ഉത്തരം തന്നെ കിട്ടണം. ഏത് രീതിയിൽ ചെയ്താലും ഒരു ഉത്തരം കിട്ടണം. അപ്പൊ നോക്കുക, ഇങ്ങനെ 150 കൂടുതലുള്ള കോണളവാണ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതെങ്കിൽ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ അവിടെ മലയാളത്തിൽ എവിടെയെങ്കിലും എഴുതി വെക്കാം. കോണളവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ കോണളവ് കിട്ടുന്നത് 150 കൂടുതലാണെങ്കിൽ 360 ആ കിട്ടുന്ന കോണളവ് മൈനസ് ചെയ്ത് എഴുതുക. അതായിരിക്കും നമ്മുടെ ഓപ്ഷൻ. ഇഫ് ദ ആൻസർ അല്ലെങ്കിൽ ഇഫ് ദ ആംഗിൾ മെഷർമെന്റ് ഗോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ 180, ഡിഡക്ട് ദിസ് നമ്പർ അല്ലെങ്കിൽ ഡിഡക്ട് ദാറ്റ് ആംഗിൾ മെഷർമെന്റ് ഫ്രം 360. 360 കുറച്ച് എഴുതണം. 360 കുറയ്ക്കുമ്പോൾ ശരിയാവും നോക്കിയേ. 150 ശരിയാകും. കറക്റ്റ് ആയോ? തെറ്റിയില്ലല്ലോ ഇപ്പൊ? ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം ഓർക്കുക. അത് ഇവിടേക്ക് ഈ ഉത്തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്തതല്ല, അതൊരു നിയമമാണെന്ന്. അതൊരു പ്രാക്ടിക്കൽ ആക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇക്വേഷനിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇക്വേഷനിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക, കോണളവ് കിട്ടുന്നത് 180 കൂടുതലാവുമ്പോ നമ്മൾ വേഗം അതൊന്നും നോക്കില്ല. 210 നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് തന്നേക്കുന്ന ഓപ്ഷനിൽ 210 ഇഫ് ഇറ്റ് ഈസ് ദർ ഉണ്ടോ നോക്കട്ടെ. 210 ഉണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ എന്ത് ചെയ്യും? 210 ടിക്ക് ചെയ്യും. മറ്റേ രീതിയിൽ നമ്മൾ ആലോചിച്ച് നോക്കിയില്ല. 7 കഴിഞ്ഞിട്ട് 12ലേക്ക് എത്താൻ 8, 9, 10, 11, 12 5 ഭാഗമുണ്ട്. അപ്പൊ 12 × 5 12 × 5 × 30 150 ആണ് വരണ്ടേ. നമ്മളത് ചിന്തിക്കാണ്ട് വേഗം തന്നെ 210 അങ്ങോട്ട് ടിക്ക് ചെയ്തു. അത് തെറ്റായ ഓപ്ഷൻ ആണ്. 150 ആണ് വരേണ്ടത്. അപ്പൊ 210 എന്ന് പറയുന്നത് 150 വലിയ സംഖ്യ ആയതുകൊണ്ട് നമ്മൾ 210 360 നിന്ന് മൈനസ് ചെയ്ത് എഴുതണം. ക്ലിയർ ആണോ പറഞ്ഞത്? മിണ്ടുന്നില്ലല്ലോ ആരും. എന്തെങ്കിലും നിങ്ങൾ മറുപടി പറഞ്ഞാൽ എനിക്ക് ഓക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോ മറ്റുള്ളവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ കേൾക്കാഞ്ഞിട്ടാണോ സംതിങ് അങ്ങനെ എനിക്ക് തോന്നും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ഇനി മറക്കരുത്, അത് 210 ആണല്ലോ കിട്ടിയ. നേരത്തെ ചെയ്തപ്പോ 150 കിട്ടി. അപ്പൊ രണ്ടും ഉത്തരം തെറ്റാണ്. ഏതാണോ പറഞ്ഞു തന്നത് ഉത്തരം ശരി, അല്ലെങ്കിൽ എന്താണ് കൺഫ്യൂഷൻ എന്ന് ഓർക്കരുത്. കോണളവ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇക്വേഷൻ ആണ്. ഇഫ് യു ആർ യൂസിങ് ഇറ്റ് യു ഹാവ് ടു ഡിഡക്ട് ഇഫ് ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 180. 180 കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും 360 കുറച്ചിട്ട് ഏത് ഓപ്ഷനെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് വൺ, സമയം 12:20. കോണളവ് എത്ര? 12:20 സമയം തന്നേക്കണേ. കോണളവ് എത്ര? 110 ഡിഗ്രി. 110 ഡിഗ്രി. എല്ലാവർക്കും കിട്ടിയോ നോക്ക്. രണ്ട് രീതിയിലും ചെയ്ത് നോക്കുക കേട്ടോ. രണ്ട് രീതിയിലും.
ഇടയിലുള്ള 5 മിനിറ്റിന്റെ ഇടവ് 30 ഡിഗ്രി വീതാണ്. 5 മിനിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെയും നോക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ച്. 110, 130 ഉണ്ട്, 110 ഉണ്ട്, 120 ഉണ്ട്, 140 ഉണ്ട്. 110 കിട്ടിയല്ലോ എല്ലാവർക്കും. മാം ഇത് ഇക്വേഷൻ ഇല്ലാണ്ടുള്ളതൊന്ന് പറഞ്ഞുതരോ? ഇത് ഇക്വേഷൻ വെച്ച് ഇപ്പത്തെ ഈ പ്രോബ്ലം 12, 20 ഇക്വേഷൻ ഇല്ലാണ്ട് കിട്ടണോന്ന് പറയോ? 12, 20 ഇക്വേഷൻ ഇല്ലാണ്ടോ? എത്ര ഭാഗമുണ്ട് നമ്മളുടെ തന്നിരിക്കുന്ന 12, 20ലേക്ക്? അതായത് 12, 20 എന്ന് പറയുമ്പോൾ 20 എന്ന് പറയുന്ന സൂചി, ആ മിനിറ്റ് സൂചി അവിടെ വന്ന് നിൽക്കും. നിൽക്കും. 12ന്ന് കുറച്ച് നീങ്ങിയിട്ടും ഉണ്ടാകും അല്ലെ? 12ന്ന് ശകലം നീങ്ങിയിട്ടുണ്ടാവും. 4ലായിരിക്കും മിനിറ്റ് സൂചി വരാം. അപ്പൊ നിങ്ങളെ വരയ്ക്കേണ്ടി വരും. ഞാനിപ്പോ വീണ്ടും മിനിറ്റ് 12ന്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടുണ്ടാവും നമ്മുടെ അവർ ഹാൻഡ്. ഇത് 4ന്റെ അവിടെയാണ് നമ്മളുടെ മിനിറ്റ് സൂചി വരിക. ഓക്കെ, 4 അവിടെ കറക്റ്റ് ആയിട്ടിരിക്കും. നമ്മുടെ ഇവിടെ വരേണ്ടത് 12ന്ന് കുറച്ച് നീങ്ങി 1ന്റെ അവിടെ അല്ല കേട്ടോ. 1, പിന്നെ 2, 3, ഇവിടെ 4ആണ്. നിങ്ങൾ ഇതിനകത്ത് എന്താ പറയാ, ഈ മൊത്തത്തിലുള്ള ഭാഗമില്ലേ, നമ്മൾ 30 പറഞ്ഞല്ലോ, അതില് ആ 30 ഡിഗ്രി വീതമുള്ളതില് 30 ഡിഗ്രി ഫോം ചെയ്യുന്ന ഭാഗം മാത്രം എടുക്കുക. ഇതിനകത്ത് ഏതൊക്കെ 30 ഡിഗ്രി ഫോം ചെയ്യുന്നുണ്ട് മൊത്തത്തില്? 12 കഴിഞ്ഞിട്ട് 1ന്റെ അവിടേക്ക് എത്തില്ല. അപ്പൊ 1 to 2 വരെ ഒരു 1 to 2 വരെ ഒരു 30 ഡിഗ്രി അവിടെ ഉണ്ട്. ഉണ്ടോ? 1 to 2. യെസ് മാം. പിന്നെ അടുത്തത് ഏതാ? 2 to 3 അവിടെ ഒരു 30 ഡിഗ്രി ഉണ്ട് അല്ലേ? 3 to 4 30. പിന്നെ 3 to 4ന്റെ അവിടെയും എത്രയുണ്ട്? 30 ഡിഗ്രി ഉണ്ട്. ഓക്കെ, അപ്പൊ എത്ര കിട്ടി ഇപ്പൊ നമുക്ക്? 3 30 ഡിഗ്രികൾ വീതം അല്ലെ? 1 to 2, 2 to 3, 3 to 4, 30 ഡിഗ്രികൾ വീതം 3 സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? 12ന്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടുണ്ട്. അത് 1ന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടാവില്ല അല്ലെ? പക്ഷെ ഈ 1ന്റെ അവിടെ, അതായത് 12ന്ന് 1ലേക്ക് എത്തുമ്പോഴും അവിടെയും ഉണ്ട് ഒരു 30 ഡിഗ്രി. പക്ഷെ അത് മുഴുവനായിട്ട് വന്നിട്ടില്ല. 30ന്റെ ഫുള്ളായിട്ട് വന്നിട്ടുണ്ടോ? 30ന്റെ ഫുള്ളായിട്ട് വന്നിട്ടുണ്ടോ? ബാക്കി ഭാഗം ഇല്ല. അപ്പൊ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ എത്ര എടുക്കണം അതിനകത്ത്? എത്ര എടുക്കണമായിരിക്കും? അപ്പൊ അതിന്ന് 20. 12 എത്ര പറഞ്ഞത്? 20 പറഞ്ഞേ? 30 12 സോറി 12 20. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? ഇതിനകത്തുനിന്ന് ആ 20 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന 20, ആ 20 എന്ന് പറയുന്നതിനെ പകുതിയാക്കാം, മിനിറ്റ് ഭാഗത്തെ പകുതിയാക്കാം. എന്നിട്ട് ആ ഭാഗം കൂടി നമ്മളുടെ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മളുടെ മൊത്തത്തിൽ, ഇപ്പൊ നിങ്ങൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 30 4 പ്രാവശ്യമുണ്ട്. അപ്പൊ 4 × 30 120 ഡിഗ്രിയും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ മിനിറ്റിൽ തന്നിരിക്കുന്ന ഭാഗം, അവേഴ്സിന്റെ ഭാഗമല്ല, മിനിറ്റിൽ തന്നിരിക്കുന്ന ആ ഭാഗത്തിന് പകുതിയാക്കിയിട്ട് ആ ഭാഗം അതിൽ നിന്ന് അങ്ങോട്ട് മൈനസ് ചെയ്ത് കളയാം. 12 20 ആണ്. 20 എന്ന് പറയുന്ന മിനിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? പകുതിയാക്കുമ്പോൾ നമുക്കറിയാം എന്ത് കിട്ടും? 10 കിട്ടും. 10 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം? 120ന്ന് 10 കുറച്ചാണ് എത്ര ആൻസർ? 110 ഡിഗ്രി. 110 ആണോ നേരത്തെ പറഞ്ഞേ? ഇക്വേഷൻ ഉപയോഗിച്ചപ്പോ ആണോ പറഞ്ഞത്? 110 പറഞ്ഞു. അതെ. അപ്പൊ ഒന്നുകൂടി പറയാം. നമുക്ക് തന്നിരിക്കുന്ന 12 മണി കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് എത്ര 30 ഡിഗ്രികൾ കംപ്ലീറ്റ് ഉണ്ടോ അതെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾക്ക് തന്നിരിക്കുന്ന ടൈമുണ്ട്, സമയമുണ്ട്. സമയത്തിലെ മിനിറ്റ് ഭാഗത്തിലെ ആ പോർഷൻ ഒന്ന് പകുതിയാക്കാം. ജസ്റ്റ് ഹാഫ് ആക്കാം. ആ മിനിറ്റിന്റെ ഭാഗത്തിന് പകുതിയാക്കാം. പകുതിയാക്കിയതിനു ശേഷം ആ കിട്ടിയ ആൻസർ നമ്മൾ ടോട്ടൽ ചെയ്തെടുത്ത ആ ടോട്ടൽ ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കണം. രണ്ടു വെച്ച് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്തായിരിക്കും ചിലപ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാന്നറിയില്ല. ചിലർക്ക് ഇക്വേഷൻസ് വെച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്പൊ ഇത് 30 ഡിഗ്രി വീതമാണെന്ന് മനസ്സിലായി. 4 30 വന്നിട്ട് 4 × 3 12 120 ഡിഗ്രി. ഇനി അതിൽ നിന്ന് മിനിറ്റ് ഭാഗത്തുള്ള പകുതി ഭാഗം കൂടെ കുറച്ചാൽ മതി. ദാറ്റ്സ് ഓൾ. ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ. ഇനി എന്താ ക്വസ്റ്റ്യൻ? ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് സമയം 12:30 കോണളവ്. ആറാമത്തെ ക്വസ്റ്റ്യൻ അതല്ലേ? When the time is 12:30 ആംഗിൾ മെഷർമെന്റ്. ആറാമത്തെ കണ്ടുപിടിച്ച് വേഗം പറഞ്ഞേ. 2 രീതിയിലും ചെയ്ത് നോക്ക്. സെയിം ആൻസർ ആണോ കിട്ടണേ നോക്കുക. എല്ലാവരും ചെയ്ത് നോക്ക്. ഒരു രീതി മാത്രം അപ്ലൈ ചെയ്യില്ല, രണ്ടും ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആവും.
ഷിജിൻ 2 രീതിയിൽ ചെയ്ത് നോക്കിയോ? കിട്ടാത്തവരുണ്ട് ആർക്കെങ്കിലും? 165 എന്നാണ് പറയണേ. കുറെ പേരൊക്കെ ആൻസർ ടൈപ്പ് ചെയ്തു. 165 165. പറഞ്ഞോട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാമോണ്ടാ? ഓക്കെ, സമയം 6:30. ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഉണ്ടാക്കുന്ന കോണളവ്. When the time is 6:30, the measure of angle formed by hour and minute hands. ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കേ. 6:30. അപ്പൊ 6:30 എന്ന് പറയുമ്പോ 6-ന്ന് കുറച്ച് നീങ്ങിയിട്ടുണ്ട്. പിന്നെ 30 6:30 സൂചിപ്പിക്കുന്നത് ആ 6-ന്റെ അവിടെ തന്നെയാണ് നേരെ വലിയ സൂചി. അപ്പൊ എത്ര ഡിഗ്രി വരും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 6:30 എന്ന് പറയുമ്പോ 6-ന്ന് നീങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്തുള്ള 30 ഡിഗ്രി. 30-ന്ന് എത്ര കുറയ്ക്കണം? 30-ന്റെ പകുതി. 30-ന്റെ പകുതി കുറയ്ക്കണം. അപ്പൊ അതിന്റെ പകുതി 15ആണ്. അപ്പൊ 30-ന്ന് 15 കുറയ്ക്കുക. ആംഗിൾ ഈസ് 15 ഡിഗ്രി. 15 ഡിഗ്രി അല്ലേ? മറ്റേ രീതിയിൽ ചെയ്ത് നോക്കിയേ. തെറ്റിയുണ്ടാന്ന് നോക്കാലോ. 2 രീതിയിലും അങ്ങനെ തന്നെ. 2 രീതിയിലും അത് തന്നെ കിട്ടി. ഇപ്പൊ ഡൗട്ട് ക്ലിയർ ആയോ എല്ലാവരുടെയും? ചിലർക്ക് മറ്റേ രീതിയിൽ കിട്ടും, ഇതേ രീതിയിൽ കിട്ടണില്ലല്ലോ എന്നുള്ള കൺഫ്യൂഷൻ മാറിയില്ലേ? അതായത് നമുക്ക് മറ്റേ രീതിയിൽ, അതായത് ഇക്വേഷൻ അല്ല ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് തന്നെ എത്ര ഭാഗത്തേക്കുള്ള സമയത്തേക്ക് അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നോക്കുക. എത്ര 30 ഡിഗ്രിയിൽ വരേണ്ടത് നോക്കുക. അതിന്റെ ടോട്ടൽ എടുക്കുക. ഇപ്പൊ 4-എണ്ണാണെങ്കിൽ 4x30, 5-എണ്ണാണെങ്കിൽ 5x30. അതിനുശേഷം നമ്മൾ ആ മിനിറ്റ് ഭാഗത്തുള്ള ഭാഗത്ത് നിന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടിയ ആൻസർ അങ്ങ് മൈനസ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാം. കുറച്ച് ക്വസ്റ്റ്യനെ ഒന്നും കൊണ്ടുവന്നുള്ളൂ. അവിടെ ഇന്നലെ ഇവിടെ കുറച്ച് ആളുകളെല്ലാം കുട്ടികളെയൊക്കെ സ്കൂളിലാക്കുന്ന തിരക്കിലായതുകൊണ്ട് പുതിയ കുട്ടികളാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്തത്. അപ്പൊ അവരെത്രത്തോളം അവർക്ക് അറിയില്ലാത്തൊരു ഇതായതുകൊണ്ട് അധികം ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തില്ല. എന്ന് നമുക്ക് ഇവിടെ ക്ലാസ്സിൽ എഴുതാമെന്ന് വിചാരിച്ചാൽ വേഗം എഴുതുമോ? ക്വസ്റ്റ്യൻ പറയാൻ പോവാണ് ഞാൻ. ഒരു ക്ലോക്കിലെ സമയം 6:25 ആകുമ്പോൾ അതിലെ പ്രതിബിംബത്തിലെ സമയം എത്ര? 2-3 ക്വസ്റ്റ്യൻ ഒരുമിച്ച് പറയാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഒരു ക്ലോക്കിലെ സമയം 6:25 ആകുമ്പോൾ അതിന്റെ പ്രതിബിംബത്തിലെ സമയം. The time in a clock shows 6:25. 6:25. Then the reflection in the mirror is dash. Then the reflection in the mirror is dash. Time in a clock is 6:25. Then the reflection in the mirror is dash. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്, ഒരു ക്ലോക്കിലെ സമയം 11:30 ആകുമ്പോൾ പ്രതിബിംബത്തിലെ സമയം എത്ര? What will be the time in the reflection? Of a time which shows 11:30. 11:30. നെക്സ്റ്റ് വൺ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 20 മിനിറ്റ് നീങ്ങുമ്പോൾ കോണളവ് എത്ര മാറും? ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 20 മിനിറ്റ് നീങ്ങുമ്പോൾ കോണളവ് എത്ര മാറും? If the minute hand of a clock moves 20 minutes, if the minute hand of a clock moves 20 minutes, what will be the change in angle? 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഉത്തരം പെട്ടെന്ന് എഴുതേ.
ഒന്നാമത്തെ സമയം തന്നേക്കുന്നത് 6:25 അപ്പൊ പ്രതിബിംബത്തിലെ സമയം എന്തായിരിക്കും? റിഫ്ലക്ഷൻ, മിററിലെ റിഫ്ലക്ഷൻ എത്ര സമയമായിരിക്കും കാണിക്കുക? ഒന്നാമത്തെ ആൻസർ കിട്ടിയോ? 5:35. 5:35. 5:30, 5:35, 4:30, 4:35. ഏതാ കറക്റ്റ് ആൻസർ? 5:35. 5:35. ഓക്കെ ഓക്കെ. രണ്ടാമത്തെ ഉത്തരം 11:30 ആണ് തന്നിരിക്കുന്നത്. 12:30. 12:30. 12:30 ആണ് പറയുന്നത്. എല്ലാവർക്കും അത് തന്നെ കിട്ടിയോ? വേറെ വ്യത്യസ്തമായ ആൻസർ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം. ഇല്ല, 12:30 തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത്. എത്രയെന്നാ കുറച്ചേ നിങ്ങള്? എത്രയെന്ന് മൈനസ് 23.60 കാരണം ടൈം ഗിവൺ ഈസ് മോർ ദാൻ 11 അല്ലെ? 11 വലിയ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ 23.60 എന്ന് പറഞ്ഞാൽ 12:30. ഓക്കെ. ഇനി ഒരു മിനിറ്റ് ഹാൻഡ് എത്ര നീങ്ങി കഴിയുമ്പോ എത്ര ഡിഗ്രി നീങ്ങൂന്നാണ് ചോദിച്ചേക്കണേ. കോണളവ് എത്ര മാറുന്നത്? 120 ഡിഗ്രി. 120 ഡിഗ്രി അല്ലെ? ഒരു മിനിറ്റ് ആണ്. ഒരു മിനിറ്റ് അങ്ങോട്ട് മാറുമ്പോ നമുക്കറിയാം 6 ഡിഗ്രിയാണ് മാറണേ. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റ് എന്ന് പറയുമ്പോ 20 × 6 അല്ലെ? ഒരു മിനിറ്റ് നീങ്ങാൻ 6 ഡിഗ്രി എടുക്കും. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റ് നീങ്ങുമ്പോ 6 × 20 അല്ലെങ്കിൽ 20 × 6 120 ഡിഗ്രി, 120 ഡിഗ്രി. ഓക്കെ. ഇനി ഇങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ മിക്കപ്പോഴും കാണാറുള്ളതാ. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. നോക്കിയേ, നിങ്ങളുടെ PSC ക്വസ്റ്റ്യൻസിൽ വരുന്നതാ. ഇപ്പൊ എന്താ പറയാ, ഒരു ക്ലോക്കില് ഇങ്ങനെ പണ്ടൊക്കെ പെൻഡുലം ഉണ്ട്. പെൻഡുലത്തിൽ ഇങ്ങനെ അടിക്കുമല്ലോ, മണി അടിക്കും അല്ലെ? 1 മണിയാകുമ്പോ ഇങ്ങനെയൊക്കെ മണി അടിക്കും. അപ്പൊ ആ മണി അടിക്കുമ്പോ ഇത്ര മണിയാകുമ്പോ ഒരു മണി അടിക്കുന്നു, ആ മണിക്ക് ഇത്ര സെക്കൻഡ് എടുക്കും. അങ്ങനെയാണെങ്കിൽ വേറൊരു സമയത്തെ മണിയടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും, എത്ര സമയം എടുക്കും എന്നാണ്. ഇത്ര സെക്കൻഡാണ് ആ മണിയടിക്കാൻ എടുക്കണേന്ന്. 1 മണിയടിക്കാൻ, 2 മണിക്ക്, അങ്ങനെ എത്ര സെക്കൻഡ് എടുക്കും എന്നാണ് ചോദിച്ചേക്കണേ. അങ്ങനെ സെക്കൻഡുകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് ഒരു ക്ലോക്കിലെ മണി അടിക്കുന്ന സമയം അത് എത്ര സമയമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ തരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? y-1 ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. y-1 by x-1 into t ആണ്. അതാണ് ഇക്വേഷൻ. അതായത് എക്സും വൈയും രണ്ട് വ്യത്യസ്ത സമയം, നമുക്ക് മണിയടിക്കാൻ എടുക്കുന്ന സമയങ്ങളാണ് തന്നെങ്കിൽ എക്സും വൈയും. എങ്കിൽ അത് രണ്ട് തന്നു കഴിയുമ്പോ അടിക്കാൻ എടുക്കുന്ന സമയം t ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. y-1 by x-1 into t. വ്യത്യസ്ത സമയങ്ങൾ അവിടെ എക്സിന്റെ വൈയുടെ സ്ഥാനത്ത് കൊടുക്കുക. അതിനുശേഷം അതിനെ ഇൻറ്റു ടി എടുക്കുന്ന സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് എടുത്താലാണ് ആ മണി അടിക്കാനായിട്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആ ഇക്വേഷൻ. എന്നിട്ട് ക്വസ്റ്റ്യൻ പറയാം. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി പറയാൻ പോണേ. അപ്പൊ നിങ്ങൾ ചെയ്താൽ മതി. y-1 by x-1 into t. അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഞാൻ പറയാം. എന്നിട്ട് അത് ഉപയോഗിച്ച് ചെയ്തോ. ക്ലിയർ ആയോ? പറഞ്ഞത് എന്താന്ന് കാണുന്ന ഒരു ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ. ഓക്കെ, ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ. ഒരു ക്ലോക്ക് 6 മണി അടിക്കാൻ 15 സെക്കൻഡ് എടുക്കുന്നു. 6 മണി അടിക്കാൻ 15 സെക്കൻഡ് എടുക്കുന്നു. എന്നാൽ അതേ ക്ലോക്കിൽ 11 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? 11 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? 6 മണി അടിക്കാൻ 15 സെക്കൻഡ് എടുക്കുന്നു. എന്നാൽ അതേ ക്ലോക്കിൽ 6 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? 6 മണി അടിക്കാൻ 15 സെക്കൻഡ് എടുക്കും. എന്നാൽ
11 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഈ ഇക്വേഷനിൽ അങ്ങോട്ട് കൊടുത്താൽ മതി. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഇംഗ്ലീഷിൽ പറയാം. ഇഫ് it takes 15 seconds to struck 6 in a clock. How long it will take to struck 11 in the same clock? To struck 11 in the same clock. അപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? എക്സും വൈയും ആണ് രണ്ട് പ്രത്യേക സമയം തന്നേക്കണേ. മണി അടിക്കാൻ എടുക്കുന്ന, അതെ, 6 മണി, 7 മണി അല്ലെങ്കിൽ 8 മണി, അതാണ് ആ എക്സും വൈയും സൂചിപ്പിക്കണേ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഏത് എക്സ് കൊടുക്കും, ഏത് വൈ കൊടുക്കും? വലുത് വൈ കൊടുത്താ ചെറുത് എക്സ് കൊടുക്കും. ഓക്കെ, വലുത് എന്താ പറയാ, വൈ കൊടുക്കാം, ചെറുത് എക്സ് കൊടുക്കാം, അങ്ങനെ തന്നെ. അപ്പൊ ഇവിടെ അതിനകത്ത് ഏതാ വലുത്? വലിയ സംഖ്യ ഏതാ? 11 മണിയാണ് 6 മണിയേക്കാൾ വലുത്. അപ്പൊ 11 - 1 ആദ്യം എഴുതേണ്ടത് 11 - 1 ബൈ അടിയിൽ എന്ത് കൊടുക്കണം? 6 - 1 ഇൻറ്റു ടി. എത്ര സമയം എടുത്തു എന്നാ പറഞ്ഞേക്കണേ? 5 സെക്കൻഡ്. 15 സെക്കൻഡ് എടുത്തേ. അപ്പൊ ഇതിന്റെ ആൻസർ സോൾവ് ചെയ്താൽ മതി. 11 - 1 പോയാൽ നമുക്കറിയാം 10 ആണ്. ഓക്കെ, 11 - 1 പോയാൽ 10 ബൈ 6 - 1 പോയാൽ 5 ആണ് ഇൻറ്റു 15. ഓക്കെ, 15നെ നമുക്ക് വെട്ടാം. എത്ര പ്രാവശ്യം പോകും? 15 5-ല് 15 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം. അപ്പൊ 3 × 10 30 സെക്കൻഡ്. ഓക്കെ, 30 സെക്കൻഡ്സ് ആണ് നമ്മുടെ ആൻസർ. 30 സെക്കൻഡ്. ഓക്കെ, 30 സെക്കൻഡ്. അപ്പൊ y - 1 ബൈ x - 1 ഇൻറ്റു ടി. ഇങ്ങനത്തെ ഈ മണി അടിക്കുന്ന പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഒരു മണി അടിക്കാനായിട്ട് ഇത്ര സമയം എടുക്കും, മറ്റേ മണി അടിക്കാൻ അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുക്കും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുക. ആ ഇക്വേഷൻ അതാ ചോദ്യത്തിന്റെ തന്നെ അടുത്ത് ഇരിക്കട്ടെ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സെയിം അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഒരു ക്ലോക്കിൽ 4 മണി അടിക്കാൻ, ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. ഒരു ക്ലോക്കിൽ 4 മണി അടിക്കാൻ 9 സെക്കൻഡ് എടുക്കും. 9 സെക്കൻഡ് എടുക്കും. എന്നാൽ 8 മണി അടിക്കാൻ എത്ര സെക്കൻഡ് സമയമെടുക്കും? എന്നാൽ 8 മണി അടിക്കാൻ എത്ര സെക്കൻഡ് സമയമെടുക്കും? A clock takes 9 seconds. 9 seconds to strike 4 o'clock. 4 മണി. How many seconds to strike 4 o'clock? How many seconds will it take to strike 21 8? seconds. How many seconds will it take to strike 8? Twenty-one seconds. മിസ്സേ 21 സെക്കൻഡ് എങ്ങനെ വന്നതെന്ന് പറയാമോ? ഇപ്പൊ ചെയ്ത പോലെ ചെയ്തില്ലേ? ഇക്വേഷൻ കണ്ടായിരുന്നു സിദ്ധാർത്ഥ്? ഇക്വേഷനിൽ എന്തായിരുന്നു? പോയാ ഇക്വേഷൻ എന്തായിരുന്നു? ഇതുപോലെ എത്ര മണി ഇരിക്കാന്നൊക്കെ പറയുമ്പോ എന്ത് ഏത് ഇക്വേഷൻ കൊടുക്കാൻ പറഞ്ഞേ? ആള് പോയി കളഞ്ഞു തോന്നുന്നുണ്ട്. ഇതാണ് ഇക്വേഷൻ. എവിടെ പോയി സിദ്ധാർത്ഥ്? പറയുന്നത് കേൾക്കണ്ടോ? ഇവിടെ തന്നെ ഉണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പൊ ഇക്വേഷൻ എഴുതി വെച്ചായിരുന്നോ? നേരത്തെ പറഞ്ഞപ്പോ ഇക്വേഷൻ എഴുതിയായിരുന്നോ? എഴുതിയാകുന്നുണ്ട്. പകുതി സമയം പോയി. എവിടെയോ പോയാ? തന്നിരിക്കുന്ന സമയം അത് നോക്കുക. സമയത്തില് ചെറിയ സമയം എക്സിന്റെ സ്ഥാനത്തും വലിയ സമയം വൈയുടെ സ്ഥാനത്തും കൊടുക്കുക. ഈ ഇക്വേഷൻ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാത്രേ ഉള്ളൂ. എക്സും വൈയും തന്നിരിക്കുന്ന സമയങ്ങളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 8 മണി അടിക്കാനായിട്ട് 4 മണി അടിക്കാൻ 9 സെക്കൻഡ് എടുക്കും എങ്കിൽ 8 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 8 ആണ് വലിയ സംഖ്യ. അപ്പൊ 8 - 1 ബൈ 4 - 1 ഇൻറ്റു ടി എത്രയാണ് നടക്കുന്നത്? 9 seconds. 9 സെക്കൻഡ്സ്. അപ്പൊ 9 കൊടുക്കുക ഇവിടെ.
ചെയ്യുമ്പോ 8 1 പോയാൽ 7, 7/4 1 പോയാൽ 3 ഇൻറ്റു 9. 9നെ നമുക്ക് ഇങ്ങനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 3s അല്ല 3 3s are 9. 7 ഇൻറ്റു 3 ആണ് ഇനി ബാക്കിയുള്ളത് 21 സെക്കൻഡ്സ് ആണ് ഉത്തരം. അങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. എഴുതിക്കോട്ടാ. ടൈം സമയം സമയം 2:50 ആകുമ്പോൾ 2:50 ആകുമ്പോൾ മിനിറ്റ് മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന കോണളവ്. മിനിറ്റ് മണിക്കൂർ സൂചി ഉണ്ടാക്കുന്ന കോണളവ്. When time is 2:50, when time is 2:50, what will be angle measure? What will be the angle measure of hour and minute hands? Hour and minute hands. ഹോംവർക്ക് ആണ്ടാ, അവിടെ എഴുതി വെച്ചോ ഹോംവർക്ക്. വീണ്ടും ടൈം, അടുത്ത ക്വസ്റ്റ്യൻ ഹോംവർക്ക് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ടൈം, സമയം 3:20. ആംഗിൾ എത്രയാന്ന് ഫോം ചെയ്യുന്ന ആംഗിൾ. വീണ്ടും അടുത്തത് ടൈം 12:20, 12:20. ടൈം 12:20. ആംഗിൾ മെഷർമെന്റ്സ് ഒക്കെ ചെയ്തോ. പിന്നെ അടുത്തത് കുറച്ച് തനക്ക് ചെയ്ത് നോക്കുക. 2 രീതിയൊക്കെ വെച്ച് ചെയ്ത് നോക്കുക കേട്ടാ നിങ്ങള്. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇല്ലേ ഇപ്പൊ നമ്മള് ശരിക്കുള്ള സമയം നിന്നിട്ട് മറ്റേ മിററിലെ റിഫ്ലക്ഷൻ ടൈം എങ്ങനെയായിരിക്കും എന്ന് അറിയുമ്പോ നമ്മൾ എന്താ ചെയ്തേ? തന്നിരിക്കുന്ന സമയം നോക്കി 11 കൂടുതലാണെങ്കിൽ 23.60 മൈനസ് ചെയ്തു. 11 കുറവാണെങ്കിൽ നമ്മള് 11.60 മൈനസ് ചെയ്തല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പൊ നമുക്ക് തന്നത് മിററിലെ സമയമായിരുന്നെങ്കിലോ ആക്ച്വൽ ടൈം എന്താന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അതേപോലെ അങ്ങനെ തന്നെ ചെയ്യും. യെസ്, അത് തന്നെ. അങ്ങനെ കൂടി വരാട്ടാ. ഞാനിപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നോട് കണ്ണിന് പെട്ടു അവിടെ, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയും വരാം ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ആക്ച്വൽ ടൈം തന്നിട്ട് മിററിലെ ടൈം കാണാനോ, മിററിലെ ടൈം തന്നിട്ട് ആക്ച്വൽ ടൈം കാണാനോ ഏത് രീതിയിലും വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ രണ്ടിനും നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഒന്ന് തന്നെ, അത് ഓർത്തിരിക്കണം കേട്ടാ. പറഞ്ഞപ്പോ അവിടെ പറഞ്ഞു അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചോദ്യം തരാം. ഓക്കെ, ക്ലോക്കിന്റെ പ്രതിബിംബം നോക്കി, ക്ലോക്കിന്റെ പ്രതിബിംബം നോക്കി ഒരു കുട്ടി പറഞ്ഞ സമയം, ഒരു കുട്ടി പറഞ്ഞ സമയം, ക്ലോക്കിന്റെ പ്രതിബിംബം നോക്കി ഒരു കുട്ടി പറഞ്ഞ സമയം 8:30 ആണെങ്കിൽ, 8:30 ആണെങ്കിൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്ര? ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്ര? A child looks at the mirror. A child looks at the mirror and tells that it is 8:30. And tells that it is 8:30. What will be the correct time then? What will be the correct time then? Okay, യഥാർത്ഥ സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇത് ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്തത്. അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ ഏകദേശം ആ ഒരു കാര്യം ഇതിനകത്ത് വരുന്ന ക്ലോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു വിധമൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് മിററിൽ വരുന്നത് കോണളവ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്ന് കൊണ്ടുവരും. അത് തന്നെ അടുത്ത ദിവസം വരുമ്പോ അത് ഇല്ലെങ്കിൽ ഇതിനകത്ത് കൂടി ഉണ്ടെങ്കിൽ അതിൽ കൂടി മിക്സ് ചെയ്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മള് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും അടുത്ത ദിവസം ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഓക്കെ.
താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു